ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മീൻകറി റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ലൊരു നാടൻ മീൻകറിയാണ്. നല്ല എരിവും പുളിയും ഒക്കെയുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള മീൻകറിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് എൻ്റെ ഉമ്മാൻ്റെ ഒരു സ്പെഷ്യൽ മീൻകറിയും കൂടിയാണ്. അപ്പോൾ ഈ ഒരു കറി എന്ന് വെച്ചാൽ എൻ്റെ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കറിയാണ്. എനിക്ക് മീൻകറി അധികവും ഇതുപോലെ ഇങ്ങനെ മുളക് കറി ആക്കി കഴിക്കുന്നതാണ് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇത് ഉമ്മാക്ക് സ്പെഷ്യലായിട്ടുള്ള കറിയൊന്നുമല്ല, ഉമ്മ ഇത് നോർമലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. പക്ഷേ എനിക്കിത് ഭയങ്കര മിസ്സിങ് ആകുന്ന ഒരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാൻ ആദ്യം ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് 2 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് ഇതുപോലെ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കാശ്മീർ ചില്ലി പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി 1 ടേബിൾ സ്പൂൺ ഫുള്ളായിട്ട് മല്ലിപ്പൊടിയും കൂടി എടുക്കാം. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നാട്ടിൽ ഗ്രൈൻഡറിലാണ് നമ്മളിതൊക്കെ അരച്ചെടുക്കാറ്. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇവിടെ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് മിക്സിയിൽ ഇതുപോലെ അരച്ചെടുക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു 3 ഇതുപോലെ ഇങ്ങനെ ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് ആദ്യം ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ആവശ്യമാണെങ്കിൽ ഇടയ്ക്കൊന്ന് ചേർത്ത് കൊടുത്ത് നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു മീൻകറി ഉണ്ടാക്കാൻ വേണ്ടി ഇതുപോലൊരു അരപ്പ് ആവശ്യമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റായിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു അരപ്പ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് വേണ്ടത്. ഇതിപ്പോൾ നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു കറി മുഴുവൻ മുളകും മല്ലിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഗ്രൈൻഡറിൽ ഇതുപോലെ അരച്ചെടുക്കലാണ്. അപ്പോൾ നമുക്കിപ്പോൾ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് പൊടി വെച്ച് ഇതൊക്കെ ചെയ്യുന്നത് മാത്രം. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പുളിയും കൂടി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി ഇത് അല്പം ഒരിളം ചൂടുവെള്ളം ഒഴിച്ച് ഇതൊന്ന് കുതിരാൻ വേണ്ടി മാറ്റി വെക്കാം. അപ്പോൾ അതിനുശേഷം ഇത് നല്ലോണം പിഴിഞ്ഞ് ഇതിൻ്റെ നീരൊക്കെ എടുക്കണം. ഈ ഒരു മൺചട്ടിയിലാണ് ഞാൻ ഈ ഒരു മീൻകറി തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ മീൻകറിയൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒരു മൺചട്ടിയിൽ തയ്യാറാക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റും എന്താ പറയുക, അതിൻ്റെ മണമൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റും മണമൊക്കെയാണ്. അങ്ങനെ ഇപ്പോൾ ഞാൻ ചട്ടി നല്ലോണം ചൂടായതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് അല്പം ഉലുവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നല്ലോണം ഒന്ന് മുരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ വെളുത്തുള്ളി ഈ ഒരു കറിക്ക് കുറച്ച് അധികം തന്നെ എടുക്കണം. ഇപ്പം നമ്മൾ ഇഞ്ചി എടുത്തതിനേക്കാളും കൂടുതലായിട്ടാണ് വെളുത്തുള്ളി എടുക്കേണ്ടത്. അപ്പോൾ വെളുത്തുള്ളി ചേർത്തിട്ട് ഇതിന് ടേസ്റ്റ് മണമൊക്കെ കൂടും. ഇനി 2 പച്ചമുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കാശ്മീർ ചില്ലി പൗഡർ എടുത്തതുകൊണ്ടാണ് ഇതിലേക്ക് പച്ചമുളക് എടുത്തിട്ടുള്ളത്. അല്പം എരിവ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇനി ഇതെല്ലാം കൂടി എണ്ണയിൽ നല്ലോണം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയാണ് ഞാൻ ഇതുപോലെ ചതച്ചെടുത്ത് ചേർത്ത് കൊടുക്കുന്നുള്ളത്. ഇനി അതും കൂടി നല്ലോണം ഒന്ന് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ നാടൻ കറികളും നാടൻ ഫുഡുകളൊക്കെ നമ്മൾ അധികം റെസിപ്പീസൊക്കെ പഠിക്കുന്നത് നമ്മളുടെ ഉമ്മമാരിൽ നിന്നായിരിക്കും. ഞാനും അങ്ങനെ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ എപ്പോഴും എനിക്കൊരു എന്താ പറയുക, നമ്മളൊരു വീണ്ടും വീണ്ടും കഴിക്കണം എന്ന് തോന്നുന്നൊരു റെസിപ്പിയിലൊക്കെ പെട്ട ഒരു റെസിപ്പി കൂടിയാണ് എൻ്റെ ഈ ഒരു കറിയൊക്കെ. അപ്പോൾ ഇത് ഇപ്പം ഞാനുണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം എനിക്ക് എൻ്റെ ഉമ്മ ഉണ്ടാക്കി തരുമ്പോഴാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇതുപോലെ റെസിപ്പി ഒക്കെ നമുക്ക് ആരിൽ നിന്നും ഇതുപോലെ ഇങ്ങനെ കണ്ടൊക്കെ പഠിച്ചൊക്കെ എടുക്കാൻ പറ്റും. പക്ഷേ എല്ലാവരും ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ് നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ കറികളൊക്കെ മറ്റുള്ളവർക്കൊക്കെ ഇഷ്ടമായിരിക്കും. ഞാൻ ഉണ്ടാക്കുന്ന മറ്റുള്ള ഫുഡുകളാണെങ്കിലും എല്ലാം ഇഷ്ടമായിരിക്കും. പക്ഷേ അതുപോലെ എനിക്കും മറ്റുള്ളവരിൽ നിന്ന് കഴിച്ച ചില ഫുഡൊക്കെ നമുക്ക് ഇനിയും അവരെ കയ്യിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കണം എന്നൊക്കെ തോന്നുന്ന അങ്ങനെ ചില റെസിപ്പീസൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് അധികവും എൻ്റെ ഉമ്മാൻ്റെ കൈ കൊണ്ട് ഇതുപോലെയുള്ള നാടൻ ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പൊതുവെ എനിക്ക് നാടൻ ഭക്ഷണം തന്നെയാണ് കൂടുതൽ ഇഷ്ടം. ഇതുപോലെയുള്ള നല്ല മുളകിട്ട മീൻകറിയും അങ്ങനെയുള്ള കുറച്ച് കറികളൊക്കെ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ ദാ തക്കാളിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരച്ചെടുത്ത അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള അരപ്പൊക്കെ ഇതുപോലെ തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഒരു 1/2 കിലോ മീനിലേക്കുള്ള അരപ്പാണ് ഇപ്പം തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അതുപോലെ മസാലയും. അപ്പോൾ ഇതുപോലെ ഞാൻ അരപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ അരപ്പ് നല്ലോണം ഒന്ന് ഈ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ ഇങ്ങനെ മാറി ഒരു മുളകിൻ്റെ ഒരു കുത്തലൊക്കെ ഇല്ല, അതൊക്കെ ഒന്ന് മാറുന്നത് വരെ ഈ എണ്ണയിൽ ഇതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇത്രയും കാര്യം പറഞ്ഞിട്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അതിപ്പോൾ ദുബൈയിലായതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ നാട് മിസ് ചെയ്യുന്നത്, നാടൻ ഭക്ഷണമൊക്കെ മിസ് ചെയ്യുന്നത്. അല്ല കേട്ടോ, ഞാൻ നാട്ടിലാണെങ്കിലും ഇവിടെയാണെങ്കിലും എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണമൊക്കെ ഞാൻ ഉണ്ടാക്കി കഴിക്കും. പിന്നെ നാട്ടിലാകുമ്പോൾ ഉമ്മ ഉള്ളതുകൊണ്ട് ഉമ്മാനെ കൊണ്ട് ഉണ്ടാക്കി കഴിക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ എവിടെയെങ്കിലും നമുക്കിഷ്ടമുള്ളതല്ലേ നമ്മൾ കഴിക്കണ്ടേ എന്നുള്ള ആ ഒരു ഇതാണ് എനിക്ക്.
ഇനി ഇതിലേക്ക് നേരത്തെ പുളി കുതിരാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ വെള്ളം ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുത്ത് അതിൻ്റെ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇപ്പോൾ മുളകൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് ഈ ഒരു ഗ്രേവി ഉള്ളത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം നേരത്തെ അരച്ചെടുത്ത മിക്സിയിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഇങ്ങനെ ഇതുപോലെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. അപ്പോൾ ഈ ഒരു കറി ഞാൻ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു കറിയായിട്ടാണ് തയ്യാറാക്കി എടുക്കുന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതിലേക്ക് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സമയത്ത് ഞാൻ ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിലേക്ക് ഈ മസാലയിലേക്കും മീനിലേക്കൊക്കെ ഉള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം നോക്കിയിട്ട്. അങ്ങനെ ഇപ്പോൾ കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ 1/2 കിലോ അയില മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല ഫ്രഷ് മീനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ മീൻ ഇതുപോലെ ഇങ്ങനെ വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നല്ലോണം മസാലയൊക്കെ പിടിച്ച് നല്ല ഉപ്പും പുളിയൊക്കെ ഇങ്ങനെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ഇങ്ങനെ വരഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനി മീൻ ഓരോന്നായിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ മീനൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് ഈ കറി അല്പം ലൂസായി വരും. കാരണം മീനിൽ നിന്നും വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ കറി ഇതിനേക്കാളും കുറച്ച് ലൂസാവും. അപ്പോൾ മീനിൻ്റെ മുകളിൽ എല്ലായിടത്തും ഇതുപോലെ ഒന്ന് മസാല എല്ലായിടത്തും ആകുന്ന പോലെ ഇന്ന് ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു കറിയാണ്. അതുപോലെ തന്നെ ഈ ഒരു മീൻ കറി നമ്മളിപ്പോൾ ഇന്ന് ഉണ്ടാക്കി നാളെ കഴിക്കുകയാണെങ്കിലാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഉണ്ടാക്കി ഉടനെ കഴിക്കുമ്പോൾ തന്നെ അത്ര വലിയ നമുക്ക് ടേസ്റ്റ് ഒന്നും കിട്ടണമെന്നില്ല. ഇനി ഇതിലേക്ക് ഈ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കണം. ഇത് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചെടുത്തതാണ്. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുക്കുമ്പോഴാണ് ഈ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണമൊക്കെ കിട്ടുന്നുള്ളത്. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണം. അപ്പോൾ അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചേർത്ത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ് മീൻ കറിക്ക് ഇതുപോലെ ചെറിയ ജീരകം ഇങ്ങനെ വറുത്ത് പൊടിച്ചൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് മീനൊക്കെ ഒന്ന് നല്ലോണം വെന്ത് വരുന്നത് വരെ വേവിച്ചെടുക്കാം. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഞാനിതുപോലെ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ മീനൊക്കെ നല്ലോണം വെന്ത് കറിയൊക്കെ ഇങ്ങനെ കുറച്ച് ലൂസായിട്ടൊക്കെ വന്നിട്ടുണ്ട്. മീനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി. അതുപോലെ തന്നെ കറിയിൽ എണ്ണയൊക്കെ ഇങ്ങനെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അടിപൊളി മീൻ കറിയൊക്കെ റെഡിയായി. അപ്പോൾ ഞാനിതിപ്പം കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കഴിക്കുന്നുള്ളത്. അപ്പോൾ ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ വേറൊരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ സെർവ് ചെയ്ത് കാണിക്കുന്നുള്ളത് ചൂടോട് കൂടി തന്നെ. അപ്പോൾ ഒന്ന് കുറച്ച് സമയം കൂടി നമ്മൾ ഇതേപോലെ വെക്കുകയാണെങ്കിൽ ഇതിലെ ഗ്രേവിയൊക്കെ നല്ല തിക്കായി വരും. നല്ലൊരു കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളൊരു മീൻ കറിയായി കിട്ടും. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ. നല്ലൊരു അടിപൊളി മീൻ കറി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കി കഴിക്കണം. കഴിച്ച് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റിലൂടെ അറിയിക്കുകയും വേണം. അപ്പോൾ വീണ്ടും നല്ലൊരു അടിപൊളി റെസിപ്പിയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്.